ഇന്ന് രാവിലെ തന്നെ എണീച്ചിട്ട് അബുദാബിയിലേക്ക് ഒന്ന് പോവാന്ന് വിചാരിച്ചു. ഏച്ചിന്റെ ഇൻലോസും അതുപോലെ തന്നെ നമ്മളെ കുറച്ച് കസിൻസും അവിടെ ഉണ്ട്. അവരെല്ലാരും മീറ്റ് ചെയ്യാണ് നമ്മൾ പോകുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഈ ബിൽഡിങ്ങിന്റെ പേരാണ് പൈനാപ്പിൾ ബിൽഡിംഗ്. ഇതാണ് ദുബായ്. ആരൊക്കെയോ എന്തിനോ വേണ്ടി കാറെടുത്ത് പറയുന്ന ദുബായ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെല്ലാം അടുത്തേക്കായി പോകുന്നു. അത് ഈ നാട്ടിൽ ഇനിയിപ്പൊ നമ്മളെപ്പോലുള്ളവരെല്ലാം പായുണ്ട വീണ്ടും ഇതാ എന്തിനോ വേണ്ടി പായുന്ന ദുബായ്. ശരിക്കും ഞാനും ചിന്തിക്കാറുണ്ട്, ഇവരല്ലേ ഈ ഇടത്തേക്കാണ് ഈ രാവിലെ തന്നെ പോകുന്നത്. രാവിലെ മാത്രമല്ല രാത്രി ഇതുപോലെയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അബുദാബിയിൽ ഫേമസ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ഈ ബാബ്സ് ഹിന്ദു മന്ദിർ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്, രണ്ടാമത് ഷെയ്ഖ് സായിദ് മോസ്ക്. ഉള്ളിലോട്ട് കയറി വന്നാൽ തന്നെ ഒരുപാട് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ബാഗും ചെരുപ്പൊക്കെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അമ്പലത്തിൽ വരുന്നതിന് മുന്നേ നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റൂ. ഞാൻ ഈ അമ്പലം ആദ്യമായിട്ട് കണ്ട സമയത്ത് എനിക്കൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു 10 സെക്കൻഡിലേക്ക് കണ്ണ് ചിമ്മാണ്ട് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അത്രക്ക് ഭംഗിയായിരുന്നു, ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി. നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ അയോധ്യ ടെമ്പിൾ ഇല്ല പോലെ തന്നെയാണ് ഏകദേശം ഈ അമ്പലം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ തീ വെച്ചിട്ടാണ് വിളക്കൊക്കെ കത്തിക്കുന്നത്. ഇവരതൊരു LED ലൈറ്റിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അത് കണ്ടപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടമില്ല. മേ ബി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഒരുക്കിയിട്ടുണ്ടാവുക. പുറത്തില്ലേനേക്കാൾ ഭംഗിയാണ് കേട്ടോ അകത്തെ ക്യാമറ അലോഡല്ല, റെസ്ട്രിക്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് അതെടുക്കാൻ പറ്റില്ല. വൈറ്റ് മാർബിളിലാണ് ഇവർ ഓരോരോ സ്കൾപ്ചേഴ്സ് ഇങ്ങനെ കൊത്തി ഉണ്ടാക്കി ലോക്ക് ചെയ്താണ്. ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ സ്കൾപ്ചേഴ്സ്. ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ മനസ്സിലുണ്ടായത് നമ്മുടെ നാട്ടിൽ ഇത്രയും കഴിവുള്ള ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെയുള്ള സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ. പിന്നെ ആർക്കെങ്കിലും വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ അടിപൊളി ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പം ശരിടാ, ബൈ.